ഹലോ, ഇന്നിതാ നല്ലൊരു കിഡിലൻ ക്രീമി പുഡിംഗ് ആണേ, ബ്രെഡും പാലും വെച്ചിട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് പാലിൽ നല്ലോണം കട്ടയില്ലാണ്ട് മിക്സ് ആക്കി എടുക്കാം. പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയാൽ മതി. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ, അതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് കോൺഫ്ലോർ കരിഞ്ഞു പോകും. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കാം. ഇതിപ്പം നല്ലോണം തിക്കാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ട്രേയിൽ ബേസായിട്ട് ഈ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡ് കളഞ്ഞ മിൽക്ക് ബ്രെഡ് തന്നെ എടുക്കണേ. സൈഡ് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ഒന്നും കൂടി മിക്സ് ഒഴിച്ചിട്ട് ഏതെങ്കിലും നട്ട്സ്, ബദാമ, പിസ്ത, അണ്ടിപ്പരിപ്പ ഏതെങ്കിലും, അല്ലെങ്കിൽ എല്ലാം മിക്സ് ആക്കിയിട്ട് വിടാം. അത് ഇതിൻ്റെ മേലിൽ ഒന്ന് വെതറി കൊടുത്തിട്ട് സെയിം മെത്തേഡ് തന്നെ ഒന്നും കൂടി ചെയ്യാം. ബ്രെഡ് വെച്ച് മിക്സ് ഒഴിച്ചിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ക്രീം വേണം. അപ്പോൾ അത് വിപ്പ് ചെയ്യുന്ന ടൈം വരെ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതാ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നല്ലോണം വിപ്പ് ചെയ്തെടുക്കാം. ക്രീമിനൊന്നും അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ലോണം ക്രീം വേണമെങ്കിൽ കുറേ എടുക്കാം, കുറച്ച് ലേറ്റായിട്ട് മതിയെങ്കിൽ കുറച്ചെടുക്കാം. ഇനി ഈ ക്രീം കംപ്ലീറ്റ് പുഡിങ്ങിൻ്റെ മേലിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലേക്ക് ഏതെങ്കിലും ചോക്ലേറ്റ് തന്നെ എടുക്കണമെന്നില്ല. കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ ആയാലും മതി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നട്ട്സാ എന്തെങ്കിലും അതിൻ്റെ മേലിലൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം കവർ ചെയ്തിട്ട് ഒന്ന് 4-5 മണിക്കൂർ ഒന്ന് നല്ലോണം തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി ക്രീമി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും അടിപൊളിയാണ്. നമുക്ക് പാർട്ടിയിലെല്ലാം ഉണ്ടാക്കാം. കുട്ടികൾക്കും വലിയാക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.